ഹലോ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഹനീഫ് എഴുതി സംവിധാനം ചെയ്ത മാർക്കോ എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഓൾറെഡി ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ്. ഭയങ്കരമായിട്ട് ഇതിന്റെ പ്രൊമോഷന് കാര്യങ്ങൾ വേൾഡ് വൈഡ് തന്നെ വളരെ ഗംഭീര രീതിയിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന രവി ബസ്രൂറാണ്. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പം ഇത് നമ്മൾ ഓൾറെഡി എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഗംഭീര സിനിമ തന്നെയാണ്. അപ്പം മാർക്കോ എന്ന സിനിമയ്ക്ക് ഇത്ര ഹൈപ്പിൽ നിൽക്കുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി കണ്ടാണ് ഇപ്പം നമ്മുടെ കോളിവുഡിലെ ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ, തമിഴ് ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഹൈപ്പിൽ വന്ന എത്ര സിനിമകൾ, ഗോട്ട്, അതുപോലെ ഇന്ത്യൻ ടു, കങ്കുവ, ഒരുപാട് സിനിമകൾ. ഇപ്പം പുഷ്പ തന്നെ നോക്കുകയാണെങ്കിൽ പുഷ്പ വേൾഡ് വലിയ കളക്ഷൻ കിട്ടിയാലും കേരളത്തിലെ പ്രേക്ഷകരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയ ഹൈപ്പിൽ വന്നതെല്ലാം നമ്മളെ നിരാശപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഹൈപ്പിൽ വരുന്നൊരു സിനിമ ഓക്കെ മാർക്കോ. അപ്പോൾ അതൊക്കെ ചെറിയ ടെൻഷൻ, എനിക്ക് തന്നെ ചെറിയ ടെൻഷൻ ഉണ്ടായി. നമ്മൾ ഇത്ര ഹൈപ്പിൽ നിലവിൽ വന്നിരിക്കുന്ന ഒരു കുറച്ച് ബാക്ക് റിലീസസ് നോക്കുവാണെങ്കിൽ, പ്രീവിയസ് റിലീസ് നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ പരാജിതമാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രേക്ഷകർ നമുക്ക് അങ്ങോട്ട് അത്ര ദഹിക്കത്തില്ലാത്ത, അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു സാധനമൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ അത്രയും ഹൈപ്പിൽ വന്നൊരു സിനിമയാണ് മാർക്കോ. അപ്പോൾ മാർക്കോ എന്ന സിനിമ കണ്ടതിന് ശേഷം മനസ്സിലായി ഈ ഹൈപ്പിൻ്റെ ഒരു 10 ഇരട്ടിയും കൂടെ ഉള്ള സാധനം ഇവർ ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമ കാണുന്നതിന് മുമ്പ് എല്ലാവരോടും പറയാനുള്ളതാണ്, നിങ്ങളുടെ വീട്ടിലെ കൊച്ചുകുട്ടികളെ തീർച്ചയായിട്ടും കൊണ്ടുപോകാതിരിക്കുക. അതുപോലെ തന്നെ സ്ത്രീകളും, ഗർഭിണികളായ സ്ത്രീകൾ പ്രത്യേകിച്ച്, അല്ലാതെ ലോലഹൃദയരായ സ്ത്രീകളും പുരുഷന്മാരും ഈ സിനിമ കാണാതിരിക്കുക. കാരണം ഈ സിനിമ കണ്ട് 1-2 സീക്വൻസ് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തന്നെ ചില ഇടത്ത് കുറച്ച് ഇറിറ്റേറ്റഡ് അല്ല, കുറച്ച് ചെറിയ തരിപ്പ്. ഈ സിനിമ കണ്ടതിന് ശേഷം ആ തരിപ്പ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കുറച്ചധികം നേരം. കുറച്ച് സീൻസ് ഓൾറെഡി വയലൻസ് സിനിമയാണെന്നറിയാം, പക്ഷേ നമ്മൾ ഇത്രയും വയലൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഞാൻ ഇതുപോലത്തെ ഒരു വയലൻസ് ഉള്ള പടം കണ്ടിട്ടില്ല. ഓൾറെഡി ആനിമൽ കണ്ടപ്പോൾ ഞാൻ ഇതായിരിക്കും ഏറ്റവും വയലൻസ് ഉള്ള സിനിമയെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് കില്ല് ഇറങ്ങുന്നത്. കില്ല് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും മനസ്സിലായി ആനിമലൊന്നൊന്നുമല്ല, കില്ലാണ് ടോപ്പെന്ന്. ഇപ്പം ഞാൻ പറയുന്നു മാർക്കോ കണ്ടതിന് ശേഷം ഞാൻ പറയുന്നു ഇന്ത്യൻ സിനിമയിൽ അതിന് ഏറ്റവും വയലൻസ് എന്നല്ല, ഏറ്റവും ബ്രൂട്ടലി വയലൻസ് ഇവരെടുത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് മാർക്കോ എന്ന് പറയുന്നത്. ഈ മാർക്കോ എന്ന സിനിമയിലേക്ക് കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പം ആദ്യം തന്നെ ഇതിൽ പറയേണ്ടത് ഉണ്ണി മുകുന്ദൻ എന്ന ക്യാരക്ടറെ കുറിച്ചാണ്. അപ്പം ഉണ്ണി മുകുന്ദൻ ഈ 2-3 സിനിമകൾക്ക് മുന്നേ അദ്ദേഹം എടുത്തു വെച്ച സിനിമകളും കുറച്ച് വിവാദങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണി മുകുന്ദൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഈ സിനിമ എങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തെറിയാക്കാൻ പോകുന്നത് ഹനീഫ് അദാനി തന്നെയായിരിക്കും. ഇതേപോലത്തെ ഒരു ക്യാരക്ടറാണ് ഹനീഫ് അദാനി മിക്കായിൽ എന്ന സിനിമയിൽ ഒരു ഇതായിട്ട് കാണിച്ചു, പഴമായിട്ട് കാണിച്ചു. അപ്പം ഉണ്ണി മുകുന്ദനെ മാത്രമല്ല സിദ്ദിഖിനെ കുറിച്ചും പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ഇത്രയും ഗംഭീര ഒരു റോളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ചില സമയത്ത് ഞാൻ ഓർക്കും, ഫൈറ്റൊക്കെ കാണുമ്പോൾ ഓർക്കും ഇതൊരു ഡെഡ്പൂൾ സാധനമൊക്കെ റിലേറ്റ് ചെയ്യുന്നവർ. ചിലതിൽ നമ്മുടെ ജോൺ വിക്ക്, ഓൾറെഡി ഞാൻ എൻ്റെ 1-2 ഇൻസ്റ്റയിൽ പോസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് മലയാളത്തിൻ്റെ ജോൺ വിക്ക് ആവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അപ് ടു ഡേറ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. പക്ഷേ ജോൺ വിക്കിൽ ഞാൻ ഇത്ര വയലൻസ് എന്തെങ്കിലും കണ്ടിട്ടില്ല. ഡെഡ്പൂളിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ചില ഇതിൽ മറ്റേ നമ്മുടെ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ അങ്ങനെ ഒരു പരിഗണന പോലും കൊടുക്കാതെ, അതാണ് ഞാൻ പറഞ്ഞത്, കൊച്ചുകുട്ടികളെ ഒന്നും ഇപ്പോൾ കാണിക്കരുത്. കാരണം അത്രയും വയലൻസ് ഉണ്ട് ഇതിൽ. അതിപ്പം അങ്ങനെ. പിന്നെ ഉണ്ണി മുകുന്ദനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഉണ്ണി മുകുന്ദനെ എന്ന ആക്ടറുടെ അദ്ദേഹത്തിൻ്റെ ഒരു ലെവലപ്പ്, അല്ലെങ്കിൽ പാൻറ്റിൻ്റെ ലെവലിലേക്കൊരു റീച്ച് ആകും ഈ സിനിമ, ഉറപ്പാണ്, 100% ഉറപ്പാണ്. പാൻറ്റിൻ്റെ ലെവലല്ല, അപ്പം ചിലപ്പോൾ അതിക്ക് മേലേക്ക് ഈ സിനിമ റീച്ച് ആകും. അല്ലെങ്കിൽ ഒരുപാട് പേര് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ വയലൻസ് എന്ന ആ ടാഗ് ലൈനിൻ്റെ മേളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ സിനിമയ്ക്ക് കൊടുക്കണം. ഓൾറെഡി അഡൽട്ട് റൈറ്ററാണ്, A സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയാണ്. ഓൾറെഡി നമുക്കറിയാം A സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ അണ്ടർ 18 ആയിട്ടുള്ള ആളുകൾ കാണാൻ. എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ ഈ ഇറങ്ങിയ സിനിമകളെല്ലാം കുറേ അഡൽട്ട് A സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ ഇറങ്ങിയാലും അതൊന്നും വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ആ സിനിമകളൊന്നും വലിയ വയലൻസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇത് കുറച്ചധികം ഉണ്ട്. എന്തോന്നടേ എടുത്തു വെച്ചിരിക്കുന്നത്. ചില സമയത്തൊക്കെ ഞാൻ ഓർത്തു, ചില സീൻസ് കണ്ടപ്പോൾ എന്തോന്നടേ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതെന്ന്. അപ്പം അമ്മാതിരി ഒരു ഗംഭീര ഉണ്ണി മുകുന്ദൻ്റെ ഒരു കിടിലൻ ആക്ടേഴ്സും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് മോഡുലേഷൻ, അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറിയൊക്കെ പക്ക അദ്ദേഹത്തിൻ്റെ ഇൻട്രോ വളരെ ഗംഭീരമായിട്ട്. ആ ഇൻട്രോ എനിക്ക് കേട്ടപ്പോഴേക്കും ആദ്യം ഓർമ്മ നമ്മുടെ ബിഗ് ബി സിനിമയുടെ ഇൻട്രോ ആണ്. ബിഗ് ബിയിൽ നമ്മുടെ മമ്മൂക്ക വരുന്നൊരു ഫ്യൂണറലിലേക്ക് വണ്ടിയിൽ ഇറങ്ങി കൊടയൊക്കെ നിർത്തി വരുന്നത് ആ ഒരു കിടിലൻ, അങ്ങനത്തെ ഒരു പാറ്റേൺ ഇൻട്രോ നമ്മുടെ ട്രെയിലറിൽ കാണിച്ചൊരു സെയിം സാധനം തന്നെയാണ് ഇതിലും അദ്ദേഹത്തിൻ്റെ ഇൻട്രോ വരുന്നത്. സെക്കൻഡ് ഇൻട്രോ വരുന്നത്, ഫസ്റ്റ് ഇൻട്രോ വേറെ ഒത്തരമാണ്. ഫസ്റ്റ് ഇൻട്രോ കുറച്ച് വയലൻ്റ് രീതിയിൽ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് മൃഗങ്ങളോട് ഒരു പരിഗണന ഇല്ലാത്ത രീതിയിലാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സിനിമ തന്നെയാണ്. പിന്നെ സിദ്ദീഖ് എന്ന ആക്ടറെ കുറിച്ച് പറയുമ്പോഴും സിദ്ദീഖിനൊക്കെ ഓൾറെഡി അറിയാം, സിദ്ദീഖ് ഗംഭീര നടനാണ്. പക്ഷേ സിദ്ദീഖിന് ഇതിലൊരു
ഒരു മാസ് കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുക. ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ സിദ്ദീഖിൻ്റെ കുറേ ആ ഒരു ഡയലോഗ് ഡെലിവറിയും ആ അദ്ദേഹത്തിൻ്റെ ഒരു ഷോ ഒക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ ഒരു കിടിലൻ സാധനം ഒരു പറയുന്ന സാധനമുണ്ട്. ഈ ജോർജ് മിനിട്ടൈനും മാർക്കോ ഇറങ്ങാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കിടിലനായിട്ട് തന്നെ സിദ്ദീഖും ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ക്യാരക്ടേഴ്സും. പിന്നെ ഇതിൽ ഉണ്ണിമുകുന്ദൻ്റെ ഒരു അനിയനായിട്ടൊരു ക്യാരക്ടർ വിക്ടർ എന്ന ക്യാരക്ടറാണ് ചെയ്തൊരു അന്ധൻ റോളാണ്. അത് വളരെ ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു അന്ധൻ എങ്ങനെയൊക്കെയാണോ ആ ഒരു പിന്നെ അവർക്കൊരു ഇപ്പം ഓൾറെഡി എന്താണ് ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഉള്ള അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് വേറെ കുറച്ചധികം കഴിവുകൾ കൂടുതൽ അല്ലെങ്കിൽ സെൻസ് ഭയങ്കര കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു അതിനെക്കുറിച്ചൊക്കെ അവർ തീർച്ചയായിട്ടും സ്റ്റഡി ചെയ്തിട്ടൊരു ഗംഭീര ഒരു ആ റോള് തന്നെയാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ആക്ടർ ഡോക്ടർ ബാഷിദ് അതാണ് പേര്. അദ്ദേഹം ഇതിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനും കുറച്ചധികം സിനിമയിൽ ഇപ്പം കാണുന്നുണ്ട്. ആനന്ദ് ശ്രീബാലയിൽ നല്ല റോള് കിട്ടിയിരുന്നു. ഇതിലും കുറച്ച് സ്പേസ് ഉള്ളതിൽ ആ കുറച്ച് സ്പേസ് വളരെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലും നോക്കുവാണെങ്കിൽ ഇതിലും 2 ഗ്യാങ്സിന് തന്നെ ഗ്യാങ് വാർ തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ റൈഫിൾ ക്ലബ്ബിലും അങ്ങനെ തന്നെയായിരുന്നു. ഇതിലേക്ക് വരുമ്പോഴും പിന്നെ സ്റ്റോറി വൈസ് നോക്കുവാണെങ്കിൽ സ്റ്റോറി വൈസ് റിവെഞ്ച് ചെയ്തൊരു സ്റ്റോറി തന്നെയാണ്. പക്ഷേ ചിലയിടത്ത് സ്റ്റോറി കുറച്ച് വീക്കായാലും പക്ഷേ ഈ പടത്തിൽ യാതൊരു വിധത്തിൽ അത് ബാധിക്കുന്നില്ല. ഗംഭീര സ്ക്രീൻ പ്ലേയും ഗംഭീര ഈ ഒരു പടത്തിൻ്റെ ടാഗ് ലൈനോട് ഇവർ പുറത്ത് നീതി എന്നൊക്കെ പറയാൻ 100% സിനിമയിലെ നീതി പുലർത്തിയിട്ടുണ്ട്. വയലൻസ് എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ ഇരിക്കും. അയ്യോ ചിലതൊക്കെ കാണുമ്പോഴേക്കും ഞാനിങ്ങനെ കണ്ടു പറിച്ചാലും പിന്നെ അവർക്ക് എന്തിന് കാണാൻ കയറി കണ്ടിരിക്കുക, പിന്നെ പിള്ളേരോട് പറയുക കാണാതിരിക്കുക എന്നുള്ളത്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ജഗദീഷിൻ്റെ റോള്. അദ്ദേഹവും എന്താണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ടോണി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പം ആ ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ അത് കാണുമ്പോൾ ഓരോരുത്തർ നമുക്ക് ഇതിലൊന്നും പറയാനില്ല, ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ പറയാനില്ല. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ കബീർ സിംഗ് ദുഹാൻ എന്ന ക്യാരക്ടർ. അതുപോലെ ഒരു വില്ലൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു വില്ലൻ എങ്ങനെയാണ് ഒരു വില്ലൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ദയയില്ലാത്ത അല്ലെങ്കിൽ ഒരു സൈക്കോ വില്ലൻ എന്നൊക്കെ പറയത്തില്ല, ഒരു ദയയില്ല, ആരോടും ദയയില്ല. അത് നമ്മൾ ഇപ്പം അദ്ദേഹത്തിനെതിരെ ആരാണ് വരുന്നത് അവരോട് അദ്ദേഹത്തിന് പ്രായമോ അല്ലെങ്കിൽ ജെൻഡറോ നോക്കി നമ്മൾ കൈൻഡ് കാണിക്കുന്ന ആ ടൈപ്പ് ഒരു വില്ലൻ ഒന്നുമല്ല. ഈ വില്ലൻ എന്ന് പറയാൻ ഒന്നുമില്ല, ഒരു റഫ് ആൻഡ് റോ വില്ലൻ, ഒന്നുമില്ലാത്തൊരു സൈക്കോ വില്ലൻ. അതുപോലെ വേറൊരു ക്യാരക്ടർ നമ്മുടെ ജഗദീഷിൻ്റെ മോനായിട്ട് അദ്ദേഹത്തിൻ്റെ ഇതിൽ സിനിമയിലെ പേര് റസൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻസൺ പോൾ ഇതിലുണ്ട്. പിന്നെ ഒരുപാട് നമ്മൾ ട്രെയിലർ കണ്ട ചെവി കടിച്ച് പറിക്കുന്ന സീൻ എന്നൊക്കെ പറയില്ല, അത് കുറച്ച് ചെറിയ സാധനം അതൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പം ചില ഇതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആ തരിപ്പ് എനിക്ക് വിട്ട് മാറിയിട്ടില്ല മാർക്കോ സിനിമ കണ്ടതിൻ്റെ. ഇനി ഞാൻ ഓൾറെഡി അത് എൻ്റെ കൂട്ടുകാരെ ചോദിച്ചപ്പോഴും പറഞ്ഞു അത് കുട്ടികളെയും ലോലഹൃദയരായിട്ടുള്ള സ്ത്രീകളെ ആണുങ്ങളെ നിങ്ങളാരും പോയി കാണരുത് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് രവി ബസ്രൂർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ വർക്ക് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് തന്നെ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഓവറോൾ സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു ആ ടാഗ്ലൈൻ നിങ്ങൾ ഫോളോ ചെയ്യുക, അതനുസരിച്ച് നിങ്ങൾ സിനിമ കാണാൻ പോവുക. അപ്പം വയലൻസ് സിനിമ കാണാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ടിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളൊരു ഡോൾബി അറ്റ്മോസ് സ്ക്രീനിൽ 4K സ്ക്രീനിൽ കാണുക നല്ലൊരു കിഡിലൻ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ സിനിമയെക്കുറിച്ചുള്ള സംസാരം ഇത്രയേ ഉള്ളൂ. അപ്പം പിന്നെ ഈ ഒരു ഡയലോഗ് പറയാം, വൈസോ സീരീസ് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ എന്താണ് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മാർക്കോ. അപ്പം നമ്മുടെ ഈ ക്രിസ്മസ് റിലീസിൽ മാർക്കോയും റൈഫിൾ ക്ലാഷും ഒരു നല്ല രീതിയിലുള്ള ക്ലാഷ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ക്രിസ്മസിന് മുമ്പായിട്ട് രണ്ടും റൈഫിൾ ക്ലബ്ബും മാർക്കോയും നല്ല രീതിയിലുള്ള കളക്ഷൻസ് കാര്യങ്ങൾ നേടട്ടെ. മാർക്കോ ഞാൻ പറഞ്ഞ ഓൾറെഡി കുറച്ചധികം സംസാരങ്ങളിലേക്ക് പടം റിലീസായി, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നല്ല രീതിയിൽ പലരുടെയും സംസാരത്തിലേക്ക് ഉൾപ്പെടാൻ പോകുന്നൊരു ടോപ്പിക്കായിരിക്കും മാർക്കോ എന്ന സിനിമ. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ സിനിമയായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് റിലീസുകൾ വന്നിട്ടുണ്ട്. മുഫാസ വന്നിട്ട്, വിടുതലേ വന്നു, എക്സ്ട്രാ ഡീസൻറ്റ്, ഇതുപോലുള്ള സിനിമകളുടെ റിവ്യൂ നമുക്ക് ചെയ്യാം. കണ്ടിട്ട് സമയത്തിൻ്റെ കുറേ വിഷയം. അപ്പോൾ ഓക്കെ, ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.